السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാനമുള്ള മഹാന്മാരായ ആലിമീങ്ങളെ, ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ അലിഹാജി അടക്കമുള്ള ബഹുമാനപ്പെട്ട ഉമറാക്കളെ, മഹാന്മാരായ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള സഹോദരന്മാരെ, അള്ളാഹുവെ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു തരട്ടെ. അവന്റെ മഹലായ ഫളല് അള്ളാഹു നമുക്ക് മേൽ ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു മുഅ്മിനായി ജീവിച്ചു മുഅ്മിനായി ഈമാനോടുകൂടി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഉറപ്പിച്ച് മുത്തഖിയായി അള്ളാഹിന്റെ പരിശുദ്ധമായ ലിസ്റ്റിലായി അല്ലീനിലേക്ക് ആത്മാവ് എത്തിച്ചേരുന്ന കൂട്ടത്തിലായി പരലോകത്തേക്ക് കയറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ ജീവിതം ഓരോ സെക്കൻഡും റബ്ബിന് വേണ്ടി ചെലവഴിച്ചവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഇന്നും നാളെയും മറ്റന്നാളുമായി ജംറയെറിയുക എന്ന അതിപ്രധാനപ്പെട്ട കാര്യം മുഅ്മിനീങ്ങൾ നിർവഹിക്കുന്നത് പോലെ മനസ്സിൽ നിന്ന് ഇബ്ലീസിനെ ഓടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉളഹിയത്തിന്റെ ഈ ദിവസങ്ങളിൽ റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മനസ്സുമായി ഇനിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ത്യാഗത്തിന്റെ ഒരു ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട MK ഉസ്താദ് മഹാനായ ഒരു ആലിമും വലിയ സൂഫിയുമായി. അങ്ങനെ ഒരുപാട് ആളുകൾ വേറെയും നമ്മിൽ നിന്ന് മരിച്ചുപോയിരിക്കും. ഈ ബഹുമാനപ്പെട്ട ഉന്നതമായ ഈ വെളിച്ചം നമ്മിലേക്ക് എത്തിച്ച ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ, മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ, മഹാനായ PMS പൂക്കോയ തങ്ങൾ, പിന്നെ അവരുടെ കാലഘട്ടത്തിലെ ഉലമാക്കൾ, സാദാത്യങ്ങൾ, ഉമറാക്കൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട MK ഉസ്താദിന്റെ ഖബർ അല്ലാഹു തആല പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ മഹാന്മാർക്കെല്ലാം മുഖറബിയായ ദറജകളെ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരോട് കൂടെ ഫിർദൗസിലേക്ക് ചേരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പെരുന്നാളിന്റെ ഒരു രാത്രിയാണ്. എൻ്റെ ഒരു നിയോഗം പോലെ
കഴിഞ്ഞ പെരുന്നാൾ ചെറിയ പെരുന്നാളിൽ കളരാണ്ടേരിയിലും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ നാസർ ഫൈസി സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാന്തപുരത്തും നാളെ കരുവമ്പൊയിലും നമ്മുടെ പരിപാടി നടക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടികൾ ആരുടെയെങ്കിലും ശക്തി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയോ ആരെയെങ്കിലും ഇകഴ്ത്തുന്നതിന് വേണ്ടിയോ ഒരിക്കലുമല്ല. അങ്ങനെ ആരും ധരിച്ചു പോകരുത്. പിന്നെന്താണ്, ഇത് വളരെ ഉദാത്തമായ ഒരു പന്ഥാവാണ്. ഈ പന്ഥാവിന്റെ മുന്നിൽ നമ്മൾ ഈ പറഞ്ഞ 3-4 ആളുകളുണ്ടല്ലോ, അവരുടെ നിര ഇവിടെ മഖ്ദൂം തങ്ങന്മാരിലേക്ക് എത്തിച്ചേരും. ആ നിര ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളിലേക്ക് എത്തിച്ചേരും. അത് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരിയിലേക്ക് എത്തിച്ചേരും റളിയല്ലാഹു അൻഹു. അത് ഇമാം നവവി തങ്ങളിലേക്ക് എത്തിച്ചേരും. അതവിടെ നിന്ന് ഉയർന്നാൽ ഇമാം ശാഫിഈ തങ്ങളിലേക്ക് എത്തിച്ചേരും റളിയല്ലാഹു അൻഹു. പിന്നെ അവിടെ നിന്ന് പോയാൽ അത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ അത് നേരെ എത്തുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. ഇത് അവകാശപ്പെടാൻ ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയല്ലാതെ ഒരു പ്രസ്ഥാനവുമില്ല. അതിൽ കേരളത്തിൽ അതിന്റെ സംഘടിത ശൈലി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാഹു അതിനെ എന്നെന്നും അതിന്റെ ശുദ്ധിയിൽ നിലനിർത്തുമാറാകട്ടെ. അതേക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ക്ലാസ്സുകൾക്കൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുമാനപ്പെട്ട ദീനിനെ ഹയാത്താക്കുക. ഒന്നാമതായി ഖുർആൻ ക്ലാസ്സുകൾ എന്ന പേരിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നിരുന്നു. അവർ തെറ്റായ വഴിയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയിരുന്നു. ഖുർആൻ ക്ലാസ് നടത്തിയിരുന്ന ഒരാളായിരുന്നു ചേകനൂർ. പിന്നീട് പല ആളുകളും ആ രംഗത്ത് വന്നു. പല ആളുകൾ, ഞാൻ അവരെയൊന്നും പേരെടുത്ത് ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ ആളുകൾ, പല ആളുകളും അതിൽ ആകൃഷ്ടരായി. ഹക്കായ വഴിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുകയായിരുന്നു അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഖുർആൻ പറയുകയും അവരുടെ മലീമസമായ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ കാലോചിതമായി പ്രതികരിക്കേണ്ടി വന്നു. ആ പ്രതികരണത്തിന്റെ ഒരു ആധുനിക രീതിയാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ശരീഫ്. അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ഈ വലിയ പുരുഷാരത്തെ സാക്ഷി നിർത്തി ഇത് തുടങ്ങിയപ്പോഴും ഇതിപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുമ്പോഴും ഇലാഹായ ഏതൊരു റബ്ബിന് വേണ്ടി ഇന്ന് ഞാൻ പെരുന്നാൾ നമസ്കരിച്ചിട്ടുണ്ടോ, ഏതൊരു റബ്ബിന് വേണ്ടി ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചിട്ടുണ്ടോ, ആ റബ്ബിനെ മുൻനിർത്തി നിങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തി ഒരു കാര്യം പറയുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയെ ശക്തിപ്പെടുത്തുക എന്നതല്ലാതെ ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ല. അതാരും ഭയപ്പെടേണ്ടതുമല്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇതിൽ സഹായിക്കണം. എല്ലാവരും ഇതിൽ സഹകരിക്കണം. ആരും ഇതിനെ ഭയപ്പെടരുത്. പകരം ഇതെല്ലാവരും നമ്മൾ കൂടി നിന്ന് പ്രവർത്തിക്കണം. അമ്പിയാക്കൾ കാലോചിതമായ ദഅവത്ത് ചെയ്തവർ. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലോചിതമായ ദഅവത്തുണ്ടായിരുന്നു. സമൂഹത്തിൽ ബഹുമാനപ്പെട്ട കലിമ എത്തിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിന്റെ ഉലുൽ അസ്മിൽ പ്രധാനിയായ, ഉലുൽ അസ്മിൽ 3-ാമത്തെ ആളായ മഹാനായ സയ്യിദ്നാ മൂസ തന്റെ മുഅജ്സത്ത് പുറത്തെടുത്തു എന്ന് ഖുർആൻ പറയുന്നു. ഏതായിരുന്നു ആ മുഅജ്സത്ത്? അത് വലിയ പാമ്പാക്കുകയായിരുന്നു. തന്റെ കൈ പ്രകാശിപ്പിക്കുകയായിരുന്നു. അല്ലാഹു നൽകിയ പ്രധാനപ്പെട്ട കഴിവുകളാണ്. ഈ കഴിവുകളുടെ ഉജ്ജ്വലമായ രീതിയിൽ നിന്നാണ് തൗഹീദിന്റെ പന്ഥാവിലേക്ക് ആയിരക്കണക്കായ മനുഷ്യർ വന്നിട്ടുള്ളത്. അത് അന്നത്തെ രീതിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എതിരാളികളുടെ കൈവശം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതല്ലെങ്കിലും ജ്ഞാനികളായ ജ്യോത്സ്യന്മാരെ കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് ഫിർഔൻ.
ലഅനത്തുല്ലാഹ്. ഉറക്കെ പറ ഫിർഔൻ ഇതുനി ബികുല്ലി സാഹിരിൻ അലീം. അലീം 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 ജ്ഞാനിയായ ജ്യോത്സ്യൻ. സത്യത്തിൽ അതൊരു ജ്ഞാനമേ അല്ല, ജ്ഞാനം ജ്ഞാനമായി ധരിച്ചതാണ്. എന്നിട്ടും ജ്ഞാനി നമ്മൾ. ഇതുനി ബികുല്ലി സാഹിരിൻ